ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് എനിക്ക് ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അതെല്ലാം പഠിച്ചിരിക്കുമ്പോഴാണ് എന്തൊക്കെയോ കഴിക്കാനൊരാഗ്രഹം. പെട്ടെന്ന് എനിക്ക് കോഴിക്കട്ട് കഴിക്കാൻ ആഗ്രഹം. നോക്കുമ്പോൾ ആണെങ്കിലോ തേങ്ങയില്ല. അപ്പോൾ ഞാനൊരു ഒറ്റ മൈൻഡിൽ വെള്ളം പൂട്ടി വേഗം തേങ്ങ വാങ്ങിയാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സംഭവം തേങ്ങ വാങ്ങാൻ ഇറങ്ങിയതാണെങ്കിലും അടുത്തുള്ള മാളിലൊക്കെ കയറി അവിടെയുള്ള പാത്രങ്ങളൊക്കെ കണ്ടാലേ ഒരു മനസ്സുഖമാണ്. സംഭവം തള്ളവൈബായതാണോ എന്ന് എനിക്കറിയില്ല. പണ്ടെല്ലാം ഞാൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളാണ്. പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴാണ് എനിക്ക് ഈ ബാർബികൾ എൻ്റെ കണ്ടുപെട്ടത്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ പണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ഹോട്ട് വീൽസ് എടുത്താലോ ആളെന്ന് സർപ്രൈസ് ആക്കാമെന്ന് ഞാൻ അതും എടുത്ത് നേരെ ഏഷ്യൻ ഷോപ്പിലെത്തി. അവിടെ നോക്കുമ്പോൾ എല്ലാതും ഉണ്ട്, ചക്ക മുതൽ ചക്ക കുരു വരെ, ഇനിയൊന്നും ഇല്ലാത്തതില്ല. പിന്നെ നേരെ പോയി നമ്മൾ വന്ന കാര്യം തീർത്തു. നല്ല ക്രഷ്ഡ് കോക്കനട്ട് കിട്ടി. എപ്പോൾ ഈ ഏഷ്യൻ ഷോപ്പിൻ്റെ അടുത്തൊന്നുമില്ല, എൻ്റെ അടുത്തൊരു അടിപൊളി വട കിട്ടുന്ന കടയുണ്ട്. ഇത് കഴിക്കാൻ ഞാൻ വിട്ടുപോല. ഞാൻ അടുത്ത സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് നല്ല ഗോതമ്പ് പായസം കിട്ടിയിരുന്നു. പിന്നെ ഇവിടെ ചെന്ന് നേരെ എങ്ങനെ കോഴിക്കട്ട ഉണ്ടാക്കാമെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതാ വരുന്ന നമ്മൾ ഷാൻജിയോ. പിന്നെ ഒന്നും നോക്കില്ല, സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പത്തിരിപ്പൊടി കേട്ടോ. അത് കുറച്ച് ഗീ ഇട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഒരുക്കി അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് കോക്കനട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫില്ലിംഗ് റെഡിയായി. ഇനി മെയിൻ പരിപാടി ഇത് സ്റ്റീം ചെയ്യാന്നുള്ളതാണ്. പുട്ടും കുറ്റിയിലിട്ടിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്, കാരണം എൻ്റെ സ്റ്റീമറില്ല. ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടും നോക്കാം. ആൾ ഓഫീസ് വിട്ടെത്തിയിട്ടുണ്ട്, അപ്പോൾ ആൾക്കൊന്ന് ട്രൈ ചെയ്യാൻ കൊടുത്തു നോക്കാണ്. അപ്പോൾ ആൾ ഫ്രണ്ട്സിനായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നപ്പോൾ കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.